നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഇപ്പൊ വരും എന്ന് കരുതി നമ്മളൊക്കെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ അനിശ്ചിതമായി വൈകിയേക്കും. ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനോ ഒഴിവാക്കാനോ സാധ്യതയുണ്ടെന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. കശ്മീരിലെ 2 മണ്ഡലങ്ങളിലും നിലമ്പൂരിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതും ഉടൻ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ. 6 സംസ്ഥാനങ്ങളിലായി 8 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ നടത്തിയത്. മെയ് 5-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. കേരളത്തിലെ നിലമ്പൂരിന് പുറമെ ജമ്മു കശ്മീർ, ഗുജറാത്ത്, ബംഗാൾ, മണിപ്പൂർ, പഞ്ചാബ് സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഗുജറാത്തിലും ജമ്മു കശ്മീരിലും 2 മണ്ഡലങ്ങൾ വീതവും മറ്റ് സംസ്ഥാനങ്ങളിൽ ഓരോ മണ്ഡലങ്ങളുമാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ജമ്മു കശ്മീരിൽ ബഡ്ഗാം, നാഗ്രോട്ട മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തുക എളുപ്പമല്ല. ഒന്നുകിൽ 6 സംസ്ഥാനങ്ങളിലെ മുഴുവൻ ഉപതെരഞ്ഞെടുപ്പുകളും മാറ്റിവെക്കണം, അല്ലെങ്കിൽ കശ്മീരിൽ മാത്രം തെരഞ്ഞെടുപ്പ് പിന്നത്തേക്കാക്കണം. ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒഴിവ് വന്നാൽ 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് നിയമം. നിലമ്പൂരിൽ ജൂലൈ 13-നകം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. മെയ് അവസാന ആഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്നായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപനവും വരേണ്ടതായിരുന്നു. ഇനിയും വൈകിയാൽ ഒരുപക്ഷെ കുട്ടനാട്ടിലും ചവറയിലും ചെയ്തതുപോലെ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കി പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതയും ഏറെയാണ്. അത് തിരിച്ചറിഞ്ഞാണ് ഈ മാസം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് PV അൻവർ പറഞ്ഞത്. ന്യൂസ് 18 തിരുവനന്തപുരം.